നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ആനേറയിലുള്ള KSRTC സ്വിഫ്റ്റിൻ്റെ ടെർമിനലിലാണ്. അപ്പോൾ സ്വിഫ്റ്റിൻ്റെ ഫ്ലീറ്റിലേക്ക് പുതിയ 2 ബസ്സുകളും കൂടെ വന്നിട്ടുണ്ട്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന AC സീറ്റർ ബസ്സായിട്ടുള്ള ഗരുഡയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ KSRTC സ്വിഫ്റ്റിലെ വോൾവോ ഗജരാജ് എന്ന് പറയുന്ന ഒരു ടോട്ടലി അല്ലെങ്കിൽ ഫുള്ളി സ്ലീപ്പർ ബസ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളുടെ സ്വിഫ്റ്റിൻ്റെ ഫ്ലീറ്റിലേക്ക് 2 ബസ്സുകളും കൂടെ വന്നിട്ടുണ്ട്. അതിലൊന്ന് നമ്മൾ ഇന്ന് ഈ പരിചയപ്പെടാൻ പോകുന്ന ഗരുഡയാണ്. ഗരുഡ ബേസിക്കലി അശോക് ലേലാൻഡിൻ്റെ ഷാസിയിൽ പ്രകാശിൻ്റെ ബോഡിയാണ് ഈ ഒരു വണ്ടി അല്ലെങ്കിൽ ഈ ഒരു ബസ് എന്ന് പറയുന്നത്. അതിന് പുറമെ നമുക്കൊരു നോൺ AC ബസ്സും കൂടെ വന്നിട്ടുണ്ട്. നോൺ AC ബസ് എന്ന് പറയുന്നത് അശോക് ലേലാൻഡിൻ്റെ ഷാസി തന്നെയാണ്, പക്ഷേ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ TVS ആണ്. അപ്പം നമുക്ക് ഇന്ന് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരിക്കുന്നത് ഈ ഒരു ഗരുഡയ്ക്ക് വേണ്ടി മാത്രമാണ്, അതായത് ഈ ഒരു AC സീറ്റർ ബസ്സിന് മാത്രമാണ്. അപ്പം ഞാൻ ജസ്റ്റ് പുറത്തു നിന്നൊന്ന് ഒരു നോൺ AC ബസ്സും കൂടെ വീഡിയോയുടെ അവസാനം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ബസ് എന്ന് പറയുന്നത് ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 41 സീറ്റർ കോൺഫിഗറേഷനിൽ വരുന്ന ഒരു എന്താ പറയുക സീറ്റർ ബസ്സാണ്. പെർഫെക്റ്റ്ലി ഒരു സീറ്റർ ബസ്സാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സീറ്റ് റിക്ലൈൻ ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഈ ഒരു ബസ്സിൽ അവൈലബിൾ ആണ്. നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പം ഈ പറഞ്ഞ പോലെ ഇൻറ്റർസ്റ്റേറ്റ് എന്താ പറയുക ട്രാവലിന് വേണ്ടി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ജേർണി എക്സ്പീരിയൻസ് ഓഫർ ചെയ്യാൻ സാധ്യതയുള്ള ഒരു ബസ്സും കൂടെയാണ് ഈ ഒരു ഗരുഡ എന്ന് പറയുന്നത്. ഞാൻ ഈ ബസ്സിൽ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്ന് കയറിയൊക്കെ നോക്കിയപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു സീറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് അതിലേക്കൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഫ്രണ്ട് ഫേഷ്യയിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വരുമ്പം വളരെ എന്താ പറയുക നീറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഡിസൈൻ ലാംഗ്വേജിലാണ് ഈ ഒരു ബസ്സിൻ്റെ ബോഡി പ്രകാശ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പോർഷനായിട്ട് നമുക്ക് വളരെ ബോൾഡായിട്ട് അശോക് ലേലാൻഡ് ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് ഗ്രില്ലിൻ്റെ ഒരു പോർഷൻ കാണാം. ഫ്രണ്ടിലായിട്ട് തന്നെ ഗരുഡ പ്രീമിയം AC സീറ്റർ എന്ന് പറയുന്ന സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും KSRTC സ്വിഫ്റ്റിൻ്റെ ലോഗോവും അതേപോലെ ഗരുഡയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈഗിളുടെ 2 ഫെദർ വരുന്ന അല്ലെങ്കിൽ വിങ്സ് വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് വീണ്ടും പ്രകാശിൻ്റെ ഒരു ലോഗോ കാണാൻ സാധിക്കുന്നുണ്ട്. ഗവൺമെൻറ് ഓഫ് കേരള സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ഗരുഡൻ്റെ ചിറക് നമുക്ക് 2 ഒരു സ്റ്റിക്കർ വർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് BS6 ആണ്. BS6 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അശോക് ലേലാൻഡ് ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ് ഈ ഒരു ബസ്സിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ ലാമ്പും 2 ഹാലജൻ നമുക്ക് ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് കാണാം. ഹെല്ലയുടെ യൂണിറ്റ് ആണ് 2 ലാമ്പും കൊടുത്തിരിക്കുന്നത്, ലോ ബീമും ഹൈ ബീമും. ഹെല്ലയുടെ ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു വിസിബിലിറ്റി നൽകുന്ന യൂണിറ്റ് ആണ്. തൊട്ട് താഴെ ഒരു ഫോഗ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബമ്പേഴ്സിലായിട്ട് തന്നെ റിഫ്ലക്ടർ ടേപ്പും കാര്യങ്ങളെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഫോഗ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. നടുക്കോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈസൻസ് ബോണ്ട് ഏരിയ അവിടെ തൊട്ട് താഴെ വീണ്ടും എയർ ഡാം പോലെയുള്ള പോർഷനും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും വളരെ നീറ്റായിട്ട് തോന്നിക്കുന്ന രീതിയിൽ തന്നെ ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് KSRTC സ്വിഫ്റ്റ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വൈപ്പേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രൈവറിന് അത്യാവശ്യം നല്ല വിസിബിലിറ്റി നൽകുന്ന രീതിയിലുള്ള വളരെ വലിയ ഗ്ലാസ് തന്നെയാണ് ഫ്രണ്ട് ഫേഷ്യയിൽ അല്ലെങ്കിൽ ഫ്രണ്ട് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ORVM ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. ORVM നമ്മൾ കഴിഞ്ഞ ദിവസം ഗജരാജിൽ കണ്ട പോലെ പല ലെയറായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള ഒരു സിംഗിൾ യൂണിറ്റ് ആണ് ORVM വന്നിരിക്കുന്നത്. അതിൽ നമുക്കൊരു റിഫ്ലക്ടർ ടേപ്പും ഒരു സ്റ്റോക്ക് ലാമ്പും നമുക്ക് ആ ഒരു ഇതിലായിട്ട് തന്നെ ആ ഒരു ORVM ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ കുറച്ചും കൂടെ വിസിബിലിറ്റി കിട്ടാനായിട്ട് നമുക്ക് രണ്ടാമതും ഒരു ORVM ഡ്രൈവറിൻ്റെ ഡോറിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രണ്ട് പ്രൊഫൈൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ നീറ്റായിട്ട് തന്നെ ഫ്രണ്ട് പ്രൊഫൈൽ ഈ ഒരു ബസ്സിൻ്റെ KSRTC അല്ല പ്രകാശിന് ഡിസൈൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് ആക്ച്വലി റിവ്യൂവിന് തന്നിരിക്കുന്നത് ആ നടുക്ക് കിടക്കുന്ന ബസ്സാണ്. അപ്പം ഇപ്പോൾ ഒരുപാട് ബസ്സുകളായി നമ്മൾ ആദ്യം റിവ്യൂ ചെയ്യാൻ വന്നപ്പോൾ ആകെ ആ ഒരു ഗജരാജ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം ശരിക്കും വളരെ സ്പേസ് കൺസ്ട്രെയിൻ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പുറത്തെ ബസ്സിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണിക്കുന്നത്. അപ്പം ഈ ഒരു ബസ്സിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമുക്ക് ഏകദേശം 12 മീറ്ററാണ് നീളം വരുന്നത്. പ്രിസൈസ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 11,998 mm ആണ് ടോട്ടൽ ലെങ്ത് ഈ ഒരു ബസ്സിൻ്റെ വന്നിരിക്കുന്നത്. വീൽ ബേസ് 6,600 mm ആണ്. അപ്പോൾ ഈ ഒരു പോർഷനിലായിട്ട് നമുക്ക് ഡ്രൈവറിന് ക്യാബിനിലേക്ക് കയറാനുള്ള ഒരു ഡോറ് കാണാൻ സാധിക്കും. ശരിക്കും വളരെ നല്ല രീതിയിൽ ലൈറ്റ് ഇൻറ്റീരിയറിൽ കിട്ടുന്ന രീതിയിൽ തന്നെ ഒരുപാട് ഗ്ലാസ് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം എയർ സർക്കുലേഷനും ആ ഒരു ഗ്ലാസ്സിലൂടെ കിട്ടുന്നതാണ്. ഡ്രൈവറിന് കയറാൻ വേണ്ടി സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം കാണാം. അതേപോലെ നമുക്ക് എക്സോസ്റ്റ് വരുന്ന ഫ്രണ്ടിലായിട്ടാണ് അശോക് ലേലാൻഡ് ഷാസിയിൽ വരുന്നത്. അപ്പം ഡോർ ഓപ്പൺ ചെയ്യാനുള്ള ഹാൻഡിൽ കാണാൻ സാധിക്കും. കീ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോളും ആ ഒരു പോർഷനിൽ തന്നെ തൊട്ട് മേളിലായിട്ട് നമുക്ക് ചെറിയൊരു LED സ്റ്റോക്ക് ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
ശരിക്കും ഈ ഒരു പോർഷനിലേക്ക് വീണ്ടും വരുമ്പോൾ സ്റ്റോക്ക് ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഞാൻ നേരത്തെ കഴിഞ്ഞ ദിവസം നമ്മൾ ഗജരാജ് പറഞ്ഞ പോലെ തന്നെ നീളം കൂടിയ വാഹനമായതുകൊണ്ട് ഒരുപാട് സ്റ്റോക്ക് ലാംപ്സും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഈ ഒരു വാഹനം നീളം അറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ടയർ സൈസിലേക്ക് വരുമ്പോൾ 295/80R 22.5 ഇഞ്ചിൻ്റെ ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ എയർ സസ്പെൻഷനാണ് ഈ ഒരു ബസ്സിൽ വരുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള നമുക്ക് ട്രാവൽ എക്സ്പീരിയൻസ് ഈ ഒരു ബസ് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. നമുക്ക് ഫ്രണ്ട് വീൽ ക്യാപ്സ് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു യൂണിറ്റ് ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നമുക്ക് ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള വീൽ ക്യാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിലേക്ക് പോകുമ്പോൾ പറയാം. അപ്പോൾ എയർ സസ്പെൻഷൻ ആണ് അത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ്. KSRTC സ്വിഫ്റ്റിൻ്റെ ഒരു ലോഗോ നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഫിക്സഡ് ഗ്ലാസുകളാണ് നമുക്ക് ഈ ഒരു ബസ്സിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു AC സീറ്റർ ബസ്സാണ്, അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഗ്ലാസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആഡ് ബ്ലൂ ടാങ്ക് ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. BS6 ബസ് ആയതുകൊണ്ട് തന്നെ ആഡ് ബ്ലൂ ടാങ്ക് വരുന്നുണ്ട്. ഒട്ടുമിക്ക കാറുകളിലും നമുക്ക് മിക്ക ഡീസൽ കാറുകളിലൊക്കെ ആഡ് ബ്ലൂ വരുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു ബസ്സിലും ആഡ് ബ്ലൂ ടാങ്ക് വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു പോർഷനായിട്ട് കുറേ അധികം സ്റ്റോറേജ് സ്പേസ്, നമുക്ക് അപ്പുറത്തറ്റം വരെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിനുള്ളിൽ ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആഡ് ബ്ലൂ ടാങ്ക് വന്നിരിക്കുന്നത്. 24 ലിറ്ററിൻ്റെ ആഡ് ബ്ലൂ ടാങ്ക് ആണ് നമുക്ക് ഈ ഒരു അശോക് ലേലാൻഡ് ബസ്സിന് വരുന്നത്. അപ്പോൾ നമുക്കത് അടയ്ക്കാം. അപ്പോൾ അതിൻ്റെ മുകളിലും നമുക്കൊരു സ്റ്റോക്ക് ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ഈ യൂണിറ്റ്സ് എല്ലാം ലോക്കബിൾ ആണ്. അപ്പം നമുക്ക് ആ ഒരു ഭാഗത്ത് തന്നെ കീ ഇൻസേർട്ട് ചെയ്യുന്ന ഹോളും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു ലഗേജ് ബോക്സ് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെയും ഒരു സ്റ്റോക്ക് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് ലോക്ക്ഡ് ആണ്. അപ്പം ചില കമ്പാർട്ട്മെന്റ്സ് ഒക്കെ ലോക്ക്ഡ് ആണ്, അതുകൊണ്ടാണ് തുറന്ന് കാണിക്കാൻ സാധിക്കാത്തത്. ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ റിവ്യൂവിന് മറ്റൊരു ബസ്സാണ് തന്നത്. അപ്പുറത്ത് നമ്മൾ നടുക്കിടക്കുന്ന ബസ്സാണ് തന്നത്. പക്ഷേ നമുക്ക് അവിടെ എടുക്കാനുള്ള ഒരു വീഡിയോ എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇപ്പുറത്തെ ബസ്സിൻ്റെ സൈഡ് പ്രൊഫൈൽ കാണിക്കുന്നത്. ഡീസൽ ടാങ്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 350 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്കാണ് ഈ ഒരു ബസ്സിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഷാസിയാണ് അശോക് ലേലാൻഡിൻ്റെ ഏറ്റവും പുതിയ ഈ ഒരു BS6 ഷാസി. അപ്പം നമുക്ക് ഗരുഡയുടെ ഒരു വലിയ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ പരുന്തിൻ്റെ സ്റ്റിക്കർ വർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ പ്രീമിയം ആയിട്ടും വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ലുക്സ് തന്നെ ഓഫർ ചെയ്യുന്നുണ്ട്. KSRTCയുടെ ഓൺലൈൻ ബുക്കിംഗ് സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിലും അതേപോലെ ആപ്പിൾ സ്റ്റോറിലും നമുക്ക് ഈ ഒരു ആപ്പ് KSRTCയുടെ ടിക്കറ്റ് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനുള്ള ആപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ് റിയർ ടയേഴ്സിലേക്ക് വരുമ്പോൾ ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ 295/80R 22.5 പ്രൊഫൈൽ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു ഓറഞ്ച് ഷെയ്ഡിലുള്ള വീൽ ക്യാപ്പാണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിൽ പക്ഷേ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനായിട്ട് ഗരുഡ പ്രീമിയം AC സീറ്റർ എന്ന് പറയുന്ന സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ഏരിയയിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലായിട്ട് ഒരു എമർജൻസി എക്സിറ്റ് കാണാൻ സാധിക്കും. അതിൻ്റെ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം നമുക്ക് ആ ബോഡിയിലായിട്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒരു സ്റ്റോക്ക് ലാമ്പ് കാണാം. അപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. രജിസ്ട്രേഷൻ കഴിഞ്ഞ് എൻ്റെ ഒരു അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ April 1 തൊട്ട് ഈ വാഹനങ്ങൾ റോഡുകളിലേക്ക് പല റൂട്ടുകളിലേക്ക് ചാർട്ട് ചെയ്ത് ഇറങ്ങി തുടങ്ങും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ബാക്ക് അല്ലെങ്കിൽ റിയർ പ്രൊഫൈലിലേക്ക് വരുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ വളരെ നീറ്റായിട്ട് വളരെ എലഗൻ്റായിട്ട് തന്നെ ബാക്ക് അല്ലെങ്കിൽ റിയർ പ്രൊഫൈൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്കിൽ ആദ്യമേ പറയേണ്ട ഒരു മേജർ കാര്യം എന്ന് പറയുന്നത് വളരെ മിനിമൽ ആയിട്ടുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡും അത്യാവശ്യം നല്ല പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്ക് ടെയിൽ ലാമ്പ് യൂണിറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പിലുള്ള ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണ് വന്നിരിക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് ലാമ്പും ബ്രേക്ക് ലാമ്പും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്കൊരു LED ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. വീണ്ടും താഴെയായിട്ട് നമുക്കൊരു LED റിവേഴ്സ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാശിൻ്റെ ഒരു ഇൻഹൗസ് എന്താ പറയുക ഈ ഒരു പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം ഇത് പ്രകാശ് ബോഡി ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. കുറേ അധികം പ്രകാശിൻ്റെ എന്താ പറയുക ആക്സസറീസും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്തിട്ടുണ്ട്. KSRTC സ്വിഫ്റ്റിൻ്റെ ഒരു ലോഗോവും കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ KSRTC കൺട്രോൾ റൂമിൻ്റെ ഫോൺ നമ്പറും കാര്യങ്ങളും മൊബൈൽ നമ്പറൊക്കെ ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. പ്രകാശിൻ്റെ ഒരു ലോഗോയും റൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം ക്രോം ബാഡ്ജിങ്ങോട് കൂടി ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അശോക് ലേലാൻഡിൻ്റെ ബാഡ്ജിങ് കാണാം. ഗരുഡ പ്രീമിയം AC സീറ്ററിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. മേളിലായിട്ട് നമുക്കൊരു ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറിൻ്റെ വിസിബിലിറ്റി ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ക്യാമറ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ബമ്പേഴ്സിലേക്ക് വരുമ്പം നമുക്കൊരു സ്റ്റോക്ക് ലാമ്പ് അല്ലെങ്കിൽ ബാക്കിൽ ചെറിയൊരു LED റിഫ്ലക്റ്റർ ലാമ്പ് കൊടുത്തിട്ടുണ്ട്. അത് എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് ഗ്ലോ ചെയ്യുന്ന ഒരു ലാമ്പായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ലഗേജ് ബോക്സ് ഈ ഒരു പോർഷനായിട്ടാണ് വരുന്നത്. ഈ ബസ്സിൻ്റെ ലഗേജ് ബോക്സ് നമുക്ക് ക്ലോസ്ഡ് ആണ്. നമുക്ക് റിവ്യൂവിന് തന്നിരിക്കുന്ന ബസ് പക്ഷേ അതാണ്. പക്ഷേ എൻ്റെ തൊട്ടിപ്പുറത്തെ ബസ്സിൻ്റെ ലഗേജ് ബോക്സ് ഓപ്പൺ ആണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് കാണിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ലഗേജ് സ്പേസ് നമുക്ക് ബാക്കിലും വരുന്നുണ്ട്. നമുക്ക് ഇത് കൂടാതെ ബസ്സിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഒരുപാടധികം ലഗേജ് സ്പേസ് ഉണ്ട്. എന്നാലും ഇവിടെ നമുക്ക് ലഗേജ് സ്പേസും അകത്തൊരു ലാഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാടധികം സൂട്ട് കേസസോ ബാഗൊക്കെ വെക്കാൻ സാധിക്കും. നല്ല രീതിയിൽ തന്നെ ആ ഒരു പോർഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. സൈഡിലും സ്പേസ് വരുന്നുണ്ട്. മേളിൽ നല്ല ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിക് അസിസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഹൈഡ്രോളിക് സ്ട്രട്സ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ബൂട്ട് തന്നെയാണ്.
അപ്പം ബസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ബൂട്ട് എത്ര ലിറ്റർ കപ്പാസിറ്റി ഉണ്ടെന്നും കറക്റ്റ് വ്യക്തമല്ല. നമ്മൾ സാധാരണ കാറിൽ പറയുന്ന രീതിയിൽ വ്യക്തമല്ല. എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു സൈഡിൽ നമുക്ക് ലഗേജ് ബോക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്പെയർ വീല് വരുന്ന ഈ ഒരു ഇപ്പുറത്തെ സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡിലാണ് നമുക്ക് സ്പെയർ വീല് വരുന്നത്. അപ്പോൾ ഈ സൈഡിലും ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ ഇപ്പുറത്തും വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് തന്നെ, വളരെ അത്യാവശ്യം നല്ല പ്രീമിയമായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കയറാം, ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഈ ഒരു പോർഷനായിട്ട് പ്രകാശിൻ്റെ ഒരു ലോഗോയും പിന്നെയും KSRTC സ്വിഫ്റ്റിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്റ്റെപ്സും കാര്യങ്ങളെല്ലാം കാണാം. ഈ ഒരു പോർഷനായിട്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. ഒരു വുഡൻ എന്താ പറയുക, ഒരു ഫിനിഷിലാണ്, വുഡൻ ഫിനിഷ് അല്ല, ഒരു ഫേക്ക് വുഡ് ട്രിമ്മാണ് നമുക്ക് ടോട്ടലി ഇൻറ്റീരിയേഴ്സിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ സീറ്റിംഗ് ഏരിയ അല്ലെങ്കിൽ മെയിൻ ക്യാബിൻ എന്ന് പറയുന്നത്. 41 സീറ്റർ ബസ്സാണ്. അതിൽ ഏറ്റവും എടുത്ത് പറയുന്ന ഒരു കാര്യം, നമുക്ക് ലെതർ സീറ്റ്സ് ആണ് ഈ ഒരു ബസ്സിൽ കൊടുത്തിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല, എന്നാലും എനിക്ക് തോന്നുന്നു KSRTCയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ ലെതർ സീറ്റ്സ് വരുന്നത്. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് ഉറപ്പില്ല. പക്ഷേ വളരെ പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ലെതർ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നടുക്ക് ആംറസ്റ്റ് വരുന്നുണ്ട്. അതിന് പുറമെ 2 USB ചാർജിങ് സ്ലോട്ട്സ്, ടൈപ്പ് എ ചാർജിങ് സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ പോലെ 2 പേർക്കും അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവരവരുടെ ഫോൺ ചാർജ് ചെയ്യാൻ സാധിക്കും. അത് ഒരു പോസിറ്റീവായിട്ടുള്ള എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ KSRTC അഡോപ്റ്റ് ചെയ്ത് തുടങ്ങി എന്നുള്ളത് ഇത് അതിനുള്ള ഉത്തമമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ്. ഫ്രണ്ടിൽ 2 കപ്പ് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റെൻഡഡ് എന്താ പറയുക, ഒരു ലെഗ് സപ്പോർട്ട് അല്ലെങ്കിൽ ലെഗ് ഏരിയ എന്ന രീതിയിൽ നമുക്ക് ചെറിയൊരു സ്കൂപ്പ് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അപ്പം കുറച്ചും കൂടെ ലെഗ് റൂം ആ ഒരു പോർഷനായിട്ട് കിട്ടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വുഡൻ ട്രിം എന്ന രീതിയിലുള്ള ഫിനിഷും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലും ആ ഒരു ഫിനിഷ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ക്യാബിനിലേക്ക് ലൈറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്ക് ക്യാബിനിലെ ബാക്കി വിശേഷങ്ങൾ നോക്കാം. ഒരു LED TV ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിലൊരു LED ലാമ്പും ക്യാമറയും ക്ലോക്കും അതേപോലെ ടെമ്പറേച്ചർ അറിയാനുള്ള ഒരു ചെറിയ ഒരു യൂണിറ്റ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ എയറി ആയിട്ടുള്ള വളരെ നല്ലൊരു പ്രസൻസ് നൽകുന്ന ക്യാബിൻ തന്നെയാണ് നമുക്ക് ഗരുഡയിൽ വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ലൈറ്റ് ഉള്ളിലേക്ക് കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഏറ്റവും റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്ന സീറ്റ്സാണ് ഇതെല്ലാം. നമുക്ക് അതിലേക്ക് വരാം. അപ്പം ഏറ്റവും ബാക്കിലത്തെ സീറ്റ്സ് നമുക്ക് കാണാം. ഇവിടെയും അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ലെഗ് സ്പേസ്, ഏറ്റവും ബാക്കിൽ നല്ല രീതിയിൽ ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എയർ സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഏറ്റവും ബാക്കിൽ വലിയ രീതിയിലുള്ള നമുക്ക് ബോഡി റോളോ കാര്യങ്ങളൊന്നും അനുഭവപ്പെടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ബാക്കിലത്തെ സീറ്റ്സ് നമുക്ക് കാണാം. അത്യാവശ്യം നല്ല രീതിയിൽ റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്ന സീറ്റ്സാണ്. ഇതാണ് നമുക്ക് റിക്ലൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നമുക്കൊരു ലിവർ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നല്ല തൈ സപ്പോർട്ട് ഓഫർ ചെയ്യും. നമ്മൾ കാറിൽ പറയുന്ന പോലെ തന്നെ പക്ക തൈ സപ്പോർട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ലംബാർഡ് സപ്പോർട്ടും ഈ ഒരു സീറ്റ് ഓഫർ ചെയ്യുന്നുണ്ട്. റിക്ലൈൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഫ്രണ്ടിൽ നമുക്ക് ചെറിയൊരു ബോട്ടിൽ ഹോൾഡർ അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ ബോട്ടിൽ നമുക്ക് വെക്കാൻ സാധിക്കും. അതേപോലെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ലെഗ് സപ്പോർട്ട് അല്ലെങ്കിൽ ലെഗ് റൂം നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബസ്സിലുണ്ട്. അപ്പം ദൂരയാത്രകളൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ സാധിക്കും. 2 AC വെൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ 2 ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കത് റീഡിംഗ് ലാമ്പായിട്ട് യൂസ് ചെയ്യാം. അത് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചും ആ ഒരു ഭാഗത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു എമർജൻസി സ്വിച്ച് ഈ ഒരു ഭാഗത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലും നമുക്ക് ലെതർ റാപ്പിംഗ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഒരു പ്രീമിയം എലമെൻ്റ് ആയിട്ട് തന്നെ എനിക്ക് പേഴ്സണലി KSRTC നമ്മളൊരു ഗവൺമെൻറ് വെഞ്ചറാണ്. അപ്പം ഇപ്പോൾ K-Swift ഒരു പ്രൈവറ്റ് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാലും നമുക്ക് നമ്മളുടെ ഈ ഒരു KSRTC ഇത്രയും നല്ല രീതിയിൽ ബസ്സുകളൊക്കെ മാറി എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. നമുക്ക് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. പ്രകാശിൻ്റെ സ്പീക്കേഴ്സ് തന്നെയാണ്, ഇൻഹൗസ് സ്പീക്കേഴ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പുറത്ത് വെച്ച് പറഞ്ഞ പോലെ ഒരുപാട് അവരുടെ ഇൻഹൗസ് ആക്സസറീസ് ഈ ഒരു ബസ്സിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കിലായിട്ടും ഒരു LED സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അത് റിട്രാക്റ്റബിൾ ആണ്. നമുക്ക് ഈ പറഞ്ഞ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അൺഫോൾഡ് ചെയ്യാവുന്നതാണ്. അതിൽ 2 ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു LED യൂണിറ്റാണ് വന്നിരിക്കുന്നത്. നമ്മൾ പണ്ടത്തെ ഇന്നോവയിലും അല്ലെങ്കിൽ ഇന്നോവ ടാക്സികളിലും അല്ലെങ്കിൽ ടവേരയിലൊക്കെ നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട് ഈ റിട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന സ്ക്രീനുകൾ. അതേപോലെ ഇവിടെയും ഒരു സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ല അത്യാവശ്യം നമുക്ക് ഹാൻഡ് ബാഗേജ് ഒക്കെ വെക്കാൻ വേണ്ടിയുള്ള സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓവർ ഹെഡിൽ വരുന്നുണ്ട്. കർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കർട്ടൻസ് ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കർട്ടൻസും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് അത്യാവശ്യം വെയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കർട്ടൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ടിൻറ്റഡ് ഗ്ലാസ് അല്ല, എനിക്ക് കണ്ടിട്ട് മനസ്സിലായത് ടിൻറ്റഡ് ഗ്ലാസ് അല്ല, നോർമൽ ഗ്ലാസ് തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു നോൺ AC വന്നിരിക്കുന്ന ബസ്സിൽ ടിൻറ്റഡ് ഗ്ലാസ് ആണ്, അതിൽ ടിൻറ്റഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കർട്ടൻ വരുന്നുണ്ടായിരിക്കും, ഒരു പക്ഷേ ടിൻറ്റഡ് ഗ്ലാസ് അല്ല കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിലൊക്കെ നമുക്കൊരു ബ്ലൂ ഷെയ്ഡിലുള്ള കാർപ്പറ്റാണ് കൊടുത്തിരിക്കുന്നത്. ജംപ് സീറ്റ് പോലെ തോന്നിക്കുന്ന ഒരു സീറ്റ് നമുക്ക് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു പക്ഷേ കണ്ടക്ടറിനുള്ള സീറ്റ് ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് കഴിഞ്ഞ് നമുക്കിവിടെ എമർജൻസി സിറ്റുവേഷൻസിൽ ബ്രേക്ക് ചെയ്യാനുള്ള ഹാമറും കാര്യങ്ങളെല്ലാം, ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഹാമറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നല്ല എയറി ആയിട്ടുള്ളൊരു ക്യാബിൻ തന്നെയാണ് ഗരുഡയിൽ ശരിക്കും വന്നിരിക്കുന്നത്.
സീറ്റിംഗ് ആയാലും എനിക്ക് ഇരുന്നിട്ട് അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് സീറ്റിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡ്രൈവറിൻ്റെ ബാക്കിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു വിൻഡോ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ബെല്ലും അല്ലാതെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു എമർജൻസി ലാമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ശരിക്കും എടുത്ത് പറയേണ്ട ഒരു ഫാക്ടർ തന്നെയാണ്. കാര്യം നമ്മൾ ഷാസി വന്ന് രണ്ടാമത്തെ പ്രകാശിൻ്റെ എന്താ പറയുക വർക്ക്ഷോപ്പിൽ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു ബസ്സാണ്. പ്രകാശ് എന്ന് പറയുന്ന ബ്രാൻഡ് നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. ഓജസ് പോലെ അല്ലെങ്കിൽ ജോഷ് പോലെ നമുക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ കൊണ്ടോടി ഓട്ടോക്രാഫ്റ്റ് പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് തന്നെയാണ് പ്രകാശ്. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സലൻസ് നമുക്ക് ഈ ഒരു ബസ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡ്രൈവേഴ്സ് ക്യാബിൻ ഈ ഒരു പോർഷനായിട്ടാണ് വരുന്നത്. ഇതാണ് സ്റ്റിയറിംഗ് കോളം വന്നിരിക്കുന്നത്. മീറ്റർ കൺസോളിലേക്ക് വരുമ്പോൾ നമുക്ക് സെമി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ് വരുന്നത്. ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്ററും റൈറ്റ് സൈഡിൽ RPM മീറ്റർ കാണാം. ഒരുപാടധികം സ്വിച്ച് ഗിയേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ഒരു ആക്സസറി സോക്കറ്റ് ഈ ഒരു പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്യാബിനിലെ AC യൂണിറ്റ് വന്നിരിക്കുന്നത്. അതിന് പുറമെ നമുക്ക് ഈ ഒരു പോർഷനിൽ വീണ്ടും കുറേ സ്വിച്ച് ഗിയേഴ്സ് കാണാം. അതേപോലെ ഒരു LED സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഈ ഒരു പോർഷനിൽ അറിയാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ഒരു മ്യൂസിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഗിയർ നോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. 6 സ്പീഡാണ് നമുക്ക് ഈ ഒരു വാഹനത്തിലെ ഗിയർ വന്നിരിക്കുന്നത്. നമുക്ക് ഓവർ ഹെഡിലായിട്ട് തന്നെ ലൈറ്റും ഫാനും കൊടുത്തിട്ടുണ്ട്. അതേപോലെ AC-യുടെ ഒരു ബ്ലോവറും ഈ ഒരു പോർഷനിലായിട്ട് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈവറിനായിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യാബിനിലെ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കാനായിട്ട് ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഇത് ഡാഷ് ക്യാം പോലെ പ്രവർത്തിക്കുന്ന ഒരു ക്യാമറ നമുക്ക് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും നെസസറി ആയിട്ട് അല്ലെങ്കിൽ ഒരു നെസസിറ്റി ആയിട്ട് വേണ്ട ഒരു സംഭവമാണ് ഡാഷ് ക്യാം. അതേപോലെ ഒരു ക്യാമറ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഒരു LED ബോർഡ്, നമുക്ക് റൂട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു LED ബോർഡ് കാണാൻ സാധിക്കും. LED ലാംപ്സും കാര്യങ്ങളെല്ലാം ഉള്ളിലായിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്തൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ് തന്നെയാണ് ഡ്രൈവറിന് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലെതർ കോട്ടിംഗ് ഉള്ള അല്ലെങ്കിൽ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ്. ഒരു ഫയർ എക്സ്റ്റിങ്ഷർ ഈ ഒരു ഭാഗത്ത്, ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം ആ ഒരു പോർഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഇൻവെർട്ടർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത് മിക്ക ടൂറിസ്റ്റ് ബസ്സുകളിലും അതേപോലെ നമുക്ക് കാരവാനിലൊക്കെ കാണുന്ന ആ ഒരു പോർഷനായിട്ടാണ് ഇൻവെർട്ടർ കൊടുത്തിരിക്കുന്നത്. ഡോക്യുമെൻറ്റ് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ആ ഒരു LED TV-യുടെ നമുക്ക് പവർ വരുന്ന ഈ ഒരു പോർഷനിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഓഫർ ചെയ്യുന്നൊരു ബസ് തന്നെയാണ്, അല്ലെങ്കിൽ ഗ്ലാസ് ഏരിയ തന്നെ ഈ ഒരു ബസ്സിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് അസിസ്റ്റ് ഉള്ള ഡോറ് തന്നെയാണ്, ഹൈഡ്രോളിക് അസിസ്റ്റ് ഉള്ള ഡോറ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു LED ലാമ്പും കാര്യങ്ങളെല്ലാം ഈ ഒരു സ്റ്റെപ്പിലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതും ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിട്ട് തോന്നി. കാര്യം KSRTCയുടെ മറ്റ് ബസ്, അതായത് സ്കാനിയ പോലുള്ള ബസ്സുകളിലല്ല, അല്ലാത്ത സീറ്റർ ബസ്സുകളിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ എലമെൻസ് ഒക്കെ ആഡ് ചെയ്ത് അത്യാവശ്യം മോഡേൺ ആയിട്ട് തന്നെ ഈ ഒരു ബസ് ഡിസൈൻ ചെയ്യാൻ KSRTCക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 20 ബസ്സുകളാണ് നമുക്ക് ഗരുഡ സീരീസിൽ KSRTC സ്വിഫ്റ്റ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 48 ലക്ഷം രൂപയാണ് ഈ ഒരു ബസ്സിൻ്റെ വില എന്ന് പറയുന്നത്. അങ്ങനെ 20 ബസ്സുകളാണ് KSRTC പർച്ചേസ് ചെയ്തിരിക്കുന്നത്. 41 സീറ്ററാണ്, AC ആണ്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ നോൺ AC ബസ് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. കാര്യം നമുക്കത് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല, നമുക്ക് ഇന്റീരിയർ ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. കാര്യം രജിസ്ട്രേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ക്യാമറയുടെ വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ഒരു യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അശോക് ലേലൻ്റെ ഷാസി തന്നെയാണ്, പക്ഷേ ഗ്ലോബൽ TVS ആണ് ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതും എന്താ പറയുക, ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ജേർണി എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ബസ് തന്നെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കും. അതും ആ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ തന്നെയാണ്. വലിയ സ്റ്റിക്കർ വർക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അത് സൂപ്പർ ഡീലക്സ് എയർ ബസ് എന്നാണ് അതിൻ്റെ ഒരു നെയിം വന്നിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് വേറെ പേരൊന്നും ആ ഒരു ബസ്സിന് കൊടുത്തിട്ടില്ല. സൂപ്പർ ഡീലക്സ് എയർ ബസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഈ ഒരു യൂണിറ്റ് ഗരുഡ ഇവിടെ കിടപ്പുണ്ട്, ഗജരാജ് ഇവിടെ കിടപ്പുണ്ട്. ഗജരാജിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ തന്നെ ചെയ്തതാണ്. നമ്മുടെ ചാനലിൽ തന്നെ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഗരുഡ എന്ന് പറയുന്ന ബസ്. ശരിക്കും നല്ല ഒരു ജേർണി എക്സ്പീരിയൻസ് ഓഫർ ചെയ്യുന്ന ബസ്സായി തന്നെ ഈ ഒരു ബസ് മാറുമെന്ന് നമുക്ക് വിശ്വസിക്കാം.